നമസ്കാരം. തേർഡ് വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. സ്ത്രീകളെ കാണാതായാൽ ഉടൻ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി. പെൺകുട്ടികളെയോ സ്ത്രീകളെയോ കാണാനില്ലെന്ന് പരാതി ലഭിച്ചാലുടൻ കേസെടുത്ത് അന്വേഷണം തുടങ്ങണമെന്ന് ഹൈക്കോടതി. പരാതിയുടെ ശരിതെറ്റുകൾ ആദ്യഘട്ടത്തിൽ പരിശോധിക്കേണ്ടതില്ല. ജസ്റ്റിസുമാരായ ദേവൻ രാമചന്ദ്രൻ, എം.ബി. സ്നേഹലത എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. കാസർഗോഡ് പൈവളികയിൽ കാണാതായ 15-കാരിയെ ടാക്സി ഡ്രൈവർക്കൊപ്പം തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണത്തെ കുറ്റപ്പെടുത്താനാകില്ലെന്ന് കോടതി വിലയിരുത്തി. അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി കേസ് ഡയറി വിലയിരുത്തുകയായിരുന്നു. മാതാവ് സമർപ്പിച്ചിരുന്ന ഹേബിയസ് കോർപ്പസ് ഹർജിയാണ് പരിഗണിക്കുന്നത്. പോലീസ് സ്വീകരിച്ച നടപടികൾ വ്യക്തമാകുന്ന പത്രിക സമർപ്പിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. വിവാഹമോചനങ്ങൾ മക്കളെ തകർക്കുന്നു എന്ന് ബാലാവകാശ കമ്മീഷന്റെ പഠനം. മാതാപിതാക്കളുടെ വിവാഹമോചന കേസ് നടക്കുമ്പോൾ മക്കൾ അനുഭവിക്കുന്നത് കടുത്ത മാനസിക പ്രശ്നങ്ങളാണ്. വിചാരണാ വേളയിൽ കുട്ടികളെയും കൊണ്ടുവരുന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. 50% കേസിലും ഇത് തുടരുന്നു എന്നതാണ്. സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റേതാണ് പഠനം. കോടതികളിൽ നിന്നും കുട്ടികളിൽ നിന്നും വിവരം ശേഖരിച്ചും കമ്മീഷൻ ലഭിച്ച പരാതികൾ വിശകലനം ചെയ്തുമായിരുന്നു പഠനം നടത്തിയത്. കേസിന് മുൻപേ രക്ഷിതാക്കൾ മാറി താമസിക്കുന്നു. തുടർന്നുള്ള സാമ്പത്തിക പ്രശ്നത്തിൽ ഫീസ്, യൂണിഫോം, പുസ്തകം തുടങ്ങിയവ പോലും കിട്ടാതാകുന്നു. കുട്ടികളുടെ സംരക്ഷണത്തെ ചൊല്ലി മാതാപിതാക്കൾ വഴക്കിടുന്നത് അവരിൽ ഗുരുതര മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. വേർപിരിഞ്ഞ ശേഷം 57% മാതാപിതാക്കളും കുട്ടികളെ കാണാൻ പോകാറില്ല. ഈ സാഹചര്യങ്ങൾ കുട്ടികളെ മാനസികമായി തകർക്കുന്നുണ്ട് എന്നാണ് പഠനത്തിന്റെ കണ്ടെത്തൽ. വിമുക്തിയിൽ അഭയം തേടിയത് ആയിരക്കണക്കിന് കുട്ടികൾ. ലഹരി ഉപയോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എക്സൈസിന്റെ ചികിത്സാ കേന്ദ്രങ്ങളായ വിമുക്തിയിൽ അഭയം പ്രാപിച്ചവരിൽ 7369 കുട്ടികൾ. 18 വയസ്സിൽ താഴെ പ്രായമുള്ള ഇവരിൽ പെൺകുട്ടികളും ഉൾപ്പെടുന്നു. 2021 മുതൽ ഈ ഫെബ്രുവരി വരെയുള്ള കണക്കാണിത്. ഈ ജനുവരിയിലും ഫെബ്രുവരിയിലുമായി 588 പേരാണ് എത്തിയത്. സ്വകാര്യ ആശുപത്രികളിലും മറ്റ് കൗൺസിലിംഗ് കേന്ദ്രങ്ങളിലും എത്തുന്ന കുട്ടികളുടെ എണ്ണം ഇതിന്റെ 10 മടങ്ങ് വരും. പുതിയ ഇനം ലഹരി ഉപയോഗിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം കൂടി വരികയാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നു. കഞ്ചാവ്, ഹാഷിഷ് ഓയിൽ, MDMA, മെത്താംഫിറ്റമൈൻ തുടങ്ങിയവയാണ് വ്യാപകമായി ഉപയോഗിക്കുന്നത്. മദ്യവിൽപ്പനശാലകൾക്ക് അവധി. ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് മദ്യശാലകൾക്ക് അവധി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ എല്ലാ വാർഡുകളിലും വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിലെ വെള്ളാർ വാർഡിലെയും മദ്യശാലകളുടെ പ്രവർത്തനം ഇന്ന് വൈകിട്ട് 6 മുതൽ നാളെ വൈകിട്ട് 6 വരെ നിരോധിച്ചാണ് ജില്ലാ കളക്ടർ അനുകുമാരി ഉത്തരവിട്ടത്. അത്യപൂർവ ബഹിരാകാശ കാഴ്ചയ്ക്കൊരുങ്ങി ലോകം. 2025 മാർച്ച് 14 ആകാശത്ത് രക്തചന്ദ്രൻ അഥവാ ബ്ലഡ് മൂൺ ദൃശ്യമാകും. പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് ഇരുണ്ട ചുവപ്പ് നിറത്തിൽ കാണുന്ന ചന്ദ്രബിംബമാണ് രക്തചന്ദ്രൻ എന്നറിയപ്പെടുന്നത്. ചന്ദ്രഗ്രഹണ സമയത്ത് ചന്ദ്രൻ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്ന പ്രതിഭാസമാണ് ബ്ലഡ് മൂൺ. കടും ചുവപ്പ് നിറമായതുകൊണ്ടാണ് ഇതിനെ ബ്ലഡ് മൂൺ എന്ന് വിളിക്കുന്നത്. ഭൗമാന്തരീക്ഷത്തിൽ വെച്ച് സൂര്യപ്രകാശത്തിനുണ്ടാകുന്ന അപവർത്തനം, വിസരണം എന്നീ പ്രവർത്തനങ്ങൾ രക്തചന്ദ്രന് കാരണമാകുന്നു. മാർച്ച് 14 65 മിനിറ്റ് നേരം രക്തചന്ദ്രൻ ദൃശ്യമാകുമെന്നാണ് വിവരം. ഗുരുവായൂരിൽ 6 വയസ്സുകാരി കാറിൽ കുടുങ്ങി. രക്ഷിതാക്കൾക്ക് താക്കീത് നൽകി പോലീസ്. കർണാടക സ്വദേശികളായ ദമ്പതികളാണ് കുട്ടിയെ കാറിൽ ലോക്ക് ചെയ്ത ശേഷം ക്ഷേത്ര ദർശനത്തിന് പോയത്. അതിന് പിന്നാലെ 6 വയസ്സുകാരിയായ പെൺകുട്ടി കാറിൽ കുടുങ്ങി. കുട്ടി ഉറങ്ങിയതിനാൽ കാറിൽ ഇരുത്തിയെന്നാണ് ദമ്പതികൾ പറയുന്നത്. ക്ഷേത്ര ദർശനത്തിന് പോയ രക്ഷിതാക്കൾ 1 മണിക്കൂറായിട്ടും തിരികെ എത്താത്തതിനാൽ പെൺകുട്ടി കാറിലിരുന്ന് നിലവിളിച്ചു. ഇത് കണ്ട പ്രദേശവാസികൾ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി കുട്ടിയെ രക്ഷപ്പെടുത്തി. പോലീസ് ദമ്പതികളെ താക്കീത് ചെയ്ത് വിട്ടയക്കുകയും ചെയ്തു. ആവിഷ്കൃത പദ്ധതികൾക്ക് കേന്ദ്രം 1 രൂപ പോലും നൽകിയില്ല എന്ന് മന്ത്രി വീണ ജോർജ്. ആശാ വർക്കേഴ്സിനുൾപ്പെടെ നൽകേണ്ട കേന്ദ്ര ഫണ്ടിൽ ആശയക്കുഴപ്പം തുടരുന്നു. 2023-24 വർഷത്തിൽ 1 രൂപ പോലും ക്യാഷ് ഗ്രാന്റ് നൽകിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഇത് സംബന്ധിച്ച രേഖകൾ ആരോഗ്യമന്ത്രി സഭയിൽ സമർപ്പിച്ചു. ഇതുകൂടാതെ ക്യാഷ് ഗ്രാന്റ് 1 രൂപ പോലും കേന്ദ്രം അനുവദിച്ചിട്ടില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാനവും. ആരോഗ്യ കേന്ദ്രങ്ങളിൽ കേന്ദ്രം നിർദ്ദേശിച്ച പേര് നൽകുന്ന കോ ബ്രാൻഡിംഗ് ചെയ്യാത്തതിന്റെ പേരിൽ തടഞ്ഞുവെച്ച തുക ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ കാലയളവിൽ സംസ്ഥാനത്തിന് ലഭിക്കേണ്ടത് 826.2 കോടി രൂപയാണ്. ഇതിൽ ലഭിച്ചത് 189.15 കോടി മാത്രം. ബാക്കി 636.88 കോടി രൂപ ഇതുവരെ അനുവദിച്ചിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. സുരേഷ് ഗോപിയെ വിമർശിച്ച് പട്ടികജാതി ക്ഷേമ സമിതി.
ഉന്നത കുലജാത പ്രയോഗത്തിലൂടെ സുരേഷ് ഗോപിയുടെ നിലവാരം നാടിന് മനസ്സിലായെന്ന് PKS കുറ്റപ്പെടുത്തി. പഴയകാല ഫ്യൂഡൽ ജന്മിമാരുടെ ചിന്താഗതി ഈ കാലഘട്ടത്തിൽ ആവർത്തിക്കുന്നുവെന്നത് ആശങ്കപ്പെടുത്തുന്നു. ഇത്തരം പ്രയോഗം തന്നെ നമ്മുടെ നാടിനകത്ത് ചേരാത്തതാണെന്നും ഇവ മാനവികതയെ തന്നെ തകർക്കുമെന്നും സമിതി പറഞ്ഞു. തൃശൂർ ജില്ലയിൽ ജാതി വിവേചനം അടക്കമുള്ള കാര്യങ്ങൾ ഏറെ ചർച്ചയായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് PKS ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത്. പട്ടിക വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉന്നത കുലജാതനായ ഒരാൾ മന്ത്രിയായി വരണമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ഇതിനു പിന്നാലെയാണ് പട്ടികജാതി ക്ഷേമ സമിതിയുടെ വിമർശനങ്ങൾ. എയർടെല്ലിനു പിന്നാലെ മസ്കിന്റെ സ്റ്റാർലിങ്കുമായി കരാർ ഒപ്പിട്ട് ജിയോ. സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് സേവനം ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നതിന് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി കരാർ ഒപ്പിട്ട് റിലയൻസ് ജിയോ. ഭാരതി എയർടെൽ സ്പേസ് എക്സുമായി കരാറുണ്ടാക്കി തൊട്ടടുത്ത ദിവസമാണ് ജിയോയും സ്റ്റാർലിങ്കുമായി സഹകരണം പ്രഖ്യാപിച്ചത്. ഡാറ്റ ട്രാഫിക്കിന്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് ഏറ്റവും വലിയ മൊബൈൽ ഫോൺ സേവന ദാതാക്കളായ ജിയോയും ഏറ്റവും വലിയ സ്വകാര്യ ഉപഗ്രഹ ശൃംഖലയായ സ്റ്റാർലിങ്കും തമ്മിലുള്ള കരാർ ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെ മികച്ച ബ്രോഡ്ബാൻഡ് സേവനം എത്തിക്കാൻ ഉപകരിക്കുമെന്ന് അവകാശപ്പെട്ടു. ജിയോയുടെ റീറ്റെയിൽ സ്റ്റോറുകൾ വഴിയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും സ്റ്റാർലിങ്ക് സേവനം ലഭ്യമാകും. ഗർഭപാത്രം നീക്കം ചെയ്ത മധ്യവയസ്ക മരിച്ചു. ചികിത്സാ പിഴവെന്ന് ആരോപണം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ചു. പേരാമ്പ്ര സ്വദേശിനി വിലാസിനിയാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ OPയിൽ ചികിത്സ തേടിയ വിലാസിനിയെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഗർഭപാത്രം നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വെള്ളിയാഴ്ച ശസ്ത്രക്രിയ നടത്തി. ശസ്ത്രക്രിയയിൽ കുടലിന് പരിക്കു പറ്റിയിട്ടുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. പിന്നീട് വാർഡിലേക്ക് മാറ്റിയ രോഗിക്ക് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഞായറാഴ്ച കട്ടിയുള്ള ആഹാരം നൽകി. ഇതിനുശേഷം വയറുവേദന അനുഭവപ്പെട്ടതോടെ ഡോക്ടർമാരെ വിവരം അറിയിച്ചെന്നും ICUവിലേക്ക് മാറ്റിയെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. തുടർന്ന് ഇന്ന് രാവിലെയാണ് വിലാസിനിയുടെ മരണം സ്ഥിരീകരിച്ചത്. കായിക ലോകം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന് ഇനി 10 നാൾ. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് കഴിഞ്ഞ് താരങ്ങൾ പല വഴി പിരിഞ്ഞു. ഇനി അവരെല്ലാം വെവ്വേറെ ടീമുകളിലാണ്. ഇംഗ്ലണ്ടിന്റെയും ഓസ്ട്രേലിയയുടെയും ന്യൂസിലൻഡിന്റെയും എല്ലാം കളിക്കാർ ഇന്ത്യൻ താരങ്ങൾക്കൊപ്പം കൈകോർക്കും. അതേസമയം ഇന്ത്യക്കാരിൽ ചിലരെല്ലാം പരസ്പരം പോരടിക്കും. 18ാമത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റ് മാർച്ച് 22-ന് തുടങ്ങും. കൊൽക്കത്തയിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. വെണ്ടയ്ക്ക മുറിച്ചിട്ട വെള്ളം കുടിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ. മഞ്ഞൾ, പട്ട പോലുള്ള സ്പൈസസ് ചേർത്തും ചെറുനാരങ്ങ നീര്, ഉലുവ പോലെയുള്ളവ ചേർത്തും എല്ലാ പാനീയങ്ങൾ തയ്യാറാക്കി ഇതുപോലെ പതിവായി കഴിക്കുന്നവരുണ്ട്. സമാനമായ രീതിയിൽ വെണ്ടയ്ക്ക ഇട്ട് വെച്ച വെള്ളം പതിവായി കുടിക്കുന്നതും ഏറെ നല്ലതാണ്. ഇതിനായി 4-5 ചെറിയ വെണ്ടയ്ക്ക കീറി 2 ഗ്ലാസ് വെള്ളത്തിൽ രാത്രി മുഴുവൻ കുതിർത്ത് വയ്ക്കുകയാണ് വേണ്ടത്. ശേഷം രാവിലെ ഈ വെണ്ടയ്ക്ക നന്നായി ഞെരടി ഇതിലെ കൊഴുപ്പ് വെള്ളത്തിലേക്ക് പകർത്തിയെടുത്ത് ഈ വെള്ളമാണ് കുടിക്കേണ്ടത്. വെണ്ടയ്ക്ക ഇട്ട് വെച്ച വെള്ളം പതിവായി കഴിക്കുന്നത് കൊണ്ട് പല ആരോഗ്യ ഗുണങ്ങളുമുണ്ട്. വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒരു പാനീയമാണിത്. വെണ്ടയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ B, വൈറ്റമിൻ C, ഫോളിക് ആസിഡ്, ഫൈബർ എന്നിവ വിശപ്പിനെ അടക്കാനും ദഹനം മെച്ചപ്പെടുത്താനുമെല്ലാം സഹായിക്കുന്നു. ഇതിലൂടെയാണ് വണ്ണം കുറയ്ക്കാനുള്ള ശ്രമങ്ങളെ ഇത് ത്വരിതപ്പെടുത്തുന്നത്. പ്രമേഹ രോഗികൾക്കും ഇത് ഏറെ സഹായകരമാണ്. ഡോക്ടറിന്റെയോ ന്യൂട്രീഷനിസ്റ്റിന്റെയോ ഉപദേശപ്രകാരം മാത്രം ഡയറ്റിൽ മാറ്റങ്ങൾ വരുത്തുക. തേർഡ് വിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.